നമസ്കാരം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ പരീക്ഷണശാല എന്ന് വിശേഷിക്കപ്പെടുന്ന പശ്ചിമ ബംഗാളിൽ സമീപകാലത്തുണ്ടായ ഭരണമാറ്റം രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ സംഭവങ്ങളിൽ ഒന്നാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ഇടതുഭരണത്തിന് അന്ത്യം കുറിച്ച് അധികാരത്തിൽ വന്ന തൃണമൂൽ കോൺഗ്രസിനെ അപ്രതീക്ഷിതമായി തറപറ്റിച്ചുകൊണ്ട് BJP ബംഗാളിൽ ആദ്യമായി അധികാരമേറ്റത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. 294 അംഗ നിയമസഭയിൽ 207 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷത്തോടെ BJP സർക്കാർ രൂപീകരിച്ച പശ്ചാത്തലത്തിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രതിപക്ഷ പാർട്ടികളോട് ഐക്യപ്പെടാൻ നടത്തിയ ആഹ്വാനം ബംഗാൾ രാഷ്ട്രീയത്തെ വീണ്ടും ചൂടുപിടിപ്പിച്ചിരിക്കുന്നു. ഈ ഐക്യനീക്കത്തെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ രംഗത്തെത്തിയത് രാഷ്ട്രീയ കേരളവും അതീവ താല്പര്യത്തോടെ നോക്കിക്കാണുന്നത്. BJPക്കെതിരെ പോരാടാൻ ഇടതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും കൈകോർക്കണമെന്ന മമതാ ബാനർജിയുടെ അഭ്യർത്ഥന ബംഗാളിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ മറച്ചുവെക്കുന്നതാണെന്ന് സമീക് ഭട്ടാചാര്യ ആരോപിക്കുന്നു. പശ്ചിമ ബംഗാളിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഇടതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും ഇതിനകം തന്നെ തൂത്തറിയപ്പെട്ടു കഴിഞ്ഞു എന്നും അവർക്ക് ഇനിയൊരു തിരിച്ചുവരവ് അസാധ്യമാണ് എന്നും അദ്ദേഹം അടിവരയിട്ട് പറയുന്നു. ബംഗാൾ ജനത മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും അത് BJPയിലൂടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞുവെന്നും അദ്ദേഹത്തിൻ്റെ പക്ഷം. മമതാ ബാനർജി ആദ്യമേ അധികാരത്തിൽ വന്നപ്പോൾ അവരെ പിന്തുണച്ചിരുന്നത് ഇതേ തീവ്ര ഇടത് ശക്തികളായിരുന്നുവെന്നും എന്നാൽ ഇന്ന് അവർക്ക് ബംഗാളിൽ പ്രസക്തി നഷ്ടപ്പെട്ടുവെന്നും സമീക് ഭട്ടാചാര്യ ഓർമ്മിപ്പിക്കുന്നു. മാവോയിസ്റ്റ് ശക്തികളെ ബംഗാൾ രാഷ്ട്രീയത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നീക്കത്തെ BJP സർക്കാർ ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന കടുത്ത നിലപാടാണ് സമീക് ഭട്ടാചാര്യ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കപ്പെട്ട മാവോയിസ്റ്റ് സ്വാധീനം പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത് ജനവിരുദ്ധമായ നീക്കമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. മമതാ ബാനർജി നേരത്തെയും ഇടതുപക്ഷത്തോടും സംഘടനാപരമായ ശക്തി വീണ്ടെടുക്കാൻ ആഹ്വാനം ചെയ്തിരുന്നു എങ്കിലും അത് രാഷ്ട്രീയമായി പരാജയപ്പെട്ടുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ ഇത്തരം അവിശുദ്ധ സഖ്യങ്ങൾ സഹായിക്കില്ലെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. അതേസമയം രാഷ്ട്രീയമായ വിയോജിപ്പുകൾ നിലനിൽക്കുമ്പോഴും വ്യക്തിപരമായ അധിക്ഷേപങ്ങളെ താൻ പ്രോത്സാഹിപ്പിക്കില്ലെന്നും മമതാ ബാനർജിക്കെതിരെ മോശം ഭാഷ ഉപയോഗിക്കരുതെന്ന് പാർട്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കിയത് നയതന്ത്രപരമായ ഒരു നീക്കമായി വിലയിരുത്തപ്പെടുന്നു. തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ മമതാ ബാനർജി സ്വീകരിച്ചിരിക്കുന്ന വിട്ടുവീഴ്ച മനോഭാവം അവരുടെ രാഷ്ട്രീയ അരക്ഷിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. BJP പ്രതിരോധിക്കുവാൻ ഇടതുപക്ഷത്തോടോ തീവ്ര ഇടതുപക്ഷത്തോടോ സഹകരിക്കാൻ തനിക്ക് യാതൊരു അഹംഭാവവുമില്ല എന്ന മമതയുടെ പ്രസ്താവന തൃണമൂൽ കോൺഗ്രസ് നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. വൈകുന്നേരങ്ങളിൽ ചർച്ചകൾക്കായി നേതാക്കളെ ക്ഷണിച്ചുകൊണ്ട് അവർ നടത്തുന്ന നീക്കങ്ങൾ BJP ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പ്രതിരോധിക്കാനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ വർഷങ്ങളായി തൃണമൂൽ കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ ഇടതുപക്ഷ പ്രവർത്തകർ എത്രത്തോളം ഈ ഐക്യനീക്കത്തോട് സഹകരിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ്. ബംഗാളിലെ രാഷ്ട്രീയ ധ്രുവീകരണം BJPക്ക് അനുകൂലമായ സാഹചര്യത്തിൽ ചിതറിപ്പോയ പ്രതിപക്ഷ വോട്ടുകൾ ഒരുമിപ്പിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് മമതയ്ക്ക് മുന്നിലുള്ളത്. സമീക് ഭട്ടാചാര്യയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നത് വരാനിരിക്കുന്ന നാളുകളിൽ ബംഗാളിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടം കൂടുതൽ കടുത്തതാകും എന്നതാണ്. മമതയുടെ നീക്കം കേവലം ഒരു രാഷ്ട്രീയ അടവ് നയമാണോ അതോ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന നിയമപരമായ കുരുക്കാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം. മാവോയിസ്റ്റ് പോലുള്ള നിരോധിത സംഘടനകളുമായോ അവരോട് ആഭിമുഖ്യമുള്ള ഗ്രൂപ്പുകളുമായോ ഒരു രാഷ്ട്രീയ പാർട്ടി സഹകരിക്കുന്നത് ആ പാർട്ടിയുടെ നിരോധനത്തിലേക്കോ നേതാക്കൾക്കെതിരെയുള്ള കടുത്ത നിയമ നടപടികൾക്കോ നയിക്കുമോ എന്ന ഗൗരവകരമായ ചർച്ചകളാണ് രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ നടക്കുന്നത്. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് UAPA പോലുള്ള കടുത്ത നിയമങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് നിരോധിത സംഘടനകളുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ബന്ധം പുലർത്തുന്നത് വലിയ അപകടങ്ങൾ വിളിച്ചു വരുത്തുന്ന ഒന്നാണ്. മാവോയിസ്റ്റ് പാർട്ടിയെ ഇന്ത്യയിൽ ഒരു ഭീകര സംഘടനയായിട്ടാണ് കണക്കാക്കുന്നത്. അതിനാൽ തന്നെ അത്തരമൊരു പ്രത്യേക ശാസ്ത്രത്തെയോ ഗ്രൂപ്പിനെയോ പിന്തുണയ്ക്കുന്ന നീക്കം ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നായി വ്യാഖ്യാനിക്കാം. മമതാ ബാനർജി തീവ്ര ഇടതുപക്ഷത്തെ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ അത് മാവോയിസ്റ്റ് അനുകൂല ഘടകങ്ങളെ പ്രോത്സാഹിപ്പിക്കലാണ് എന്ന് BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യ ആരോപിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. രാജ്യവിരുദ്ധ ശക്തികളുമായി കൈകോർക്കുന്നു എന്ന വാദമുയർത്തി ഒരു പാർട്ടിയെ നിരോധിക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനുണ്ട്. എന്നാൽ ഇതൊരു ലളിതമായ പ്രക്രിയയല്ല. ഒരു പാർട്ടിയെ നിരോധിക്കണമെങ്കിൽ അത്രമേൽ ശക്തമായ തെളിവുകളും രാജ്യദ്രോഹപരമായ പ്രവർത്തനങ്ങളിൽ ആ പാർട്ടി ഏർപ്പെടുന്നു എന്ന ബോധ്യവും കോടതിക്ക് മുന്നിൽ തെളിയിക്കപ്പെടേണ്ടതുണ്ട്. മമതാ ബാനർജിയെ ഒരു പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കാനുള്ള സാധ്യതകൾ നിലവിലെ സാഹചര്യത്തിൽ നിയമപരമായി വളരെ കുറവാണ്. സാധാരണഗതിയിൽ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ പ്രതിയാകുകയും കോടതി സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഒരാളെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിക്കുന്നത്. രാഷ്ട്രീയമായ സഖ്യനീക്കങ്ങൾ നടത്തുന്നതിൻ്റെ പേരിൽ മാത്രം ഒരാൾക്കെതിരെ ഇത്തരമൊരു നടപടി സ്വീകരിക്കാൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ സായുധ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന ഗ്രൂപ്പുകൾക്ക് മമതയുടെ നീക്കം കരുത്ത് പകരുന്നുണ്ട് എന്നും അത് ക്രമസമാധാന നില തകർക്കും എന്നും തെളിയിക്കപ്പെട്ടാൽ അന്വേഷണ ഏജൻസികൾക്ക് അവർക്കെതിരെ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. കേന്ദ്രത്തിൽ ഭരിക്കുന്ന BJP സർക്കാർ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം അതീവ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന റിപ്പോർട്ടുകൾ ഗവർണർ വഴിയോ അന്വേഷണ ഏജൻസികൾ വഴിയോ കേന്ദ്രത്തിന് ലഭിക്കുകയാണെങ്കിൽ അത് പാർട്ടിയുടെ അംഗീകാരം റദ്ദാക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് തുടക്കമിടാം. ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നിലനിൽപ്പിനുള്ള പോരാട്ടമാണ്. BJPയുടെ വളർച്ച തടയുവാൻ ഏതറ്റം വരെയും പോകാൻ മമത തയ്യാറാകുന്നത് അവർ നേരിടുന്ന രാഷ്ട്രീയ ഏകാന്തതയുടെ തെളിവാണ്.
അതേസമയം ഇടതുപക്ഷവും തീവ്ര ഇടതുപക്ഷവും തൃണമൂലത്തിനെതിരെ വർഷങ്ങളോളം പോരാടിയ ചരിത്രമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ ഈ സഖ്യത്തെ എങ്ങനെ സ്വീകരിക്കുമെന്നത് നിർണായകമാകും. തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പുകളെ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനാണ് താൻ ശ്രമിക്കുന്നതെന്ന് മമതയ്ക്ക് ബാധിക്കാം. എങ്കിലും ജനാധിപത്യപരമായ ചട്ടക്കൂട്ടിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം നീക്കങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. സായുധ പോരാട്ടത്തെ അനുകൂലിക്കുന്നവരുമായുള്ള ഏത് തരത്തിലുള്ള ബന്ധവും നിയമപരമായി തൃണമൂലിനെ പ്രതിക്കൂട്ടിലാക്കാൻ BJP ആയുധമാക്കും. ചുരുക്കത്തിൽ മമതാ ബാനർജിയുടെ ഈ നീക്കം ഒരു രാഷ്ട്രീയ ചൂതാട്ടമാണ്. പ്രതിപക്ഷ ഐക്യമെന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ നീക്കം പാർട്ടിയുടെ നിരോധനത്തിലേക്കോ നേതാക്കളുടെ അറസ്റ്റിലേക്കോ നയിക്കണമെങ്കിൽ അവർ നിരോധിത സംഘടനകളുമായി ഗൂഢാലോചന നടത്തിയെന്ന് അന്വേഷണ ഏജൻസികൾക്ക് വ്യക്തമായ തെളിവ് ലഭിക്കേണ്ടതുണ്ട്. കേവലം ഒരു പ്രസ്താവനയുടെ പേരിൽ ഒരു പാർട്ടിയെ നിരോധിക്കാനോ നേതാക്കളെ ശിക്ഷിക്കാനോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എളുപ്പമല്ല. എന്നാൽ ബംഗാളിലെ മാറുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ BJP സർക്കാർ ഇത്തരം നീക്കങ്ങളെ നിയമപരമായും രാഷ്ട്രീയമായും എങ്ങനെ നേരിടുമെന്നതിനെ ആശ്രയിച്ചിരിക്കും തൃണമൂൽ കോൺഗ്രസിൻ്റെയും മമതാ ബാനർജിയുടെയും ഭാവി. ആത്യന്തികമായി ജനവിധി BJPക്ക് അനുകൂലമായ സാഹചര്യത്തിൽ ഇത്തരം വിരുദ്ധ ധ്രുവങ്ങളിലുള്ള സഖ്യങ്ങൾ വോട്ടർമാർക്കിടയിൽ തൃണമൂലിൻ്റെ വിശ്വസ്തത കൂടുതൽ തകർക്കാനേ ഉപകരിക്കൂ എന്നാണ് രാഷ്ട്രീയ വിശകലന വിദഗ്ധർ വിലയിരുത്തുന്നത്. BJP നേരിടാൻ തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പുകളെ ചർച്ചയ്ക്ക് ക്ഷണിച്ച മമതയുടെ നീക്കം അവരെയും ഒരു മാവോയിസ്റ്റായി മുദ്രകുത്താൻ എതിരാളികൾക്ക് അവസരം നൽകുമോ എന്നതാണ് നിലവിലെ പ്രധാന ചർച്ച. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാവോയിസ്റ്റ് എന്ന പ്രയോഗം കേവലം ഒരു രാഷ്ട്രീയ ലേബൽ മാത്രമല്ല, മറിച്ച് അത് രാജ്യദ്രോഹവും സായുധ വിപ്ലവവുമായി ബന്ധപ്പെട്ട അതീവ ഗൗരവകരമായ ഒരു ആരോപണം കൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ മമതയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ അവരുടെ പ്രതിച്ഛായയെ എങ്ങനെ ബാധിക്കുമെന്നും അത് നിയമപരമായി അവരെ മാവോയിസ്റ്റായി മുദ്രകുത്താൻ പര്യാപ്തമാണോ എന്നും പരിശോധിക്കാം. ഒരു ജനാധിപത്യ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വ്യത്യസ്ത പ്രത്യയശാസ്ത്രമുള്ള ഗ്രൂപ്പുകളുമായി ചർച്ച നടത്താനുള്ള അവകാശമുണ്ട്. എന്നാൽ മാവോയിസ്റ്റ് എന്നത് ഒരു നിരോധിത സംഘടനയും സായുധ പോരാട്ടത്തിലൂടെ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനവുമാണ്. മമതാ ബാനർജി ഇവരോട് മൃദു സമീപനം സ്വീകരിക്കുന്നു എന്ന ആരോപണം BJP കാലങ്ങളായി ഉന്നയിക്കുന്ന ഒന്നാണ്. മുമ്പ് സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും പ്രക്ഷോഭകാലത്ത് തൃണമൂൽ കോൺഗ്രസ് മാവോയിസ്റ്റ് സഹായം തേടിയിട്ടുണ്ടെന്ന് അന്നത്തെ ഭരണത്തിലിരുന്ന CPM ആരോപിച്ചിരുന്നു. ഇപ്പോൾ അധികാരത്തിൽ നിന്ന് പുറത്തുപോയ സാഹചര്യത്തിൽ വീണ്ടും തീവ്ര ഇടതുപക്ഷത്തെ കൂട്ടുപിടിക്കുന്നത് രാഷ്ട്രീയ എതിരാളികൾക്ക് മമതയെ മാവോയിസ്റ്റ് അനുഭാവിയായി ചിത്രീകരിക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു ആയുധമാക്കി മാറ്റും. നിയമപരമായി ഒരാളെ മാവോയിസ്റ്റായി മുദ്രകുത്തണമെങ്കിൽ അയാൾ ആ നിരോധിത സംഘടനയിൽ അംഗമാണെന്നോ അവർക്ക് സാമ്പത്തികമോ ആയുധപരമോ ആയ സഹായം നൽകുന്നുണ്ടോ എന്നും തെളിയിക്കപ്പെടണം. കേവലം രാഷ്ട്രീയമായ ഒരു സംവാദത്തിനോ ഐക്യത്തിനോ ആഹ്വാനം ചെയ്യുന്നത് വഴി ഒരാളെ നിയമപരമായി മാവോയിസ്റ്റ് ആക്കാൻ സാധിക്കില്ല. എന്നാൽ രാഷ്ട്രീയമായ മുദ്രകുത്തലുകൾ നിയമത്തെക്കാൾ വേഗത്തിൽ ജനമാനസുകളിൽ സ്വാധീനം ചെലുത്തും. BJP പോലെയുള്ള ഒരു കേഡർ പാർട്ടിക്ക് മമതയുടെ ഈ നീക്കം ഉപയോഗിച്ച് അവർ ദേശവിരുദ്ധ ശക്തികളുടെ വക്താവായി ജനങ്ങൾക്ക് മുന്നിൽ സുഖമായി അവതരിപ്പിക്കാൻ സാധിക്കും. ഇത് മമതാ ബാനർജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ സ്വീകാര്യതയും പ്രതിപക്ഷ നിലയിലെ അവരുടെ നേതൃസ്ഥാനത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. തീവ്ര ഇടതുപക്ഷ ഗ്രൂപ്പുകൾക്ക് മമത നൽകുന്ന ഈ ക്ഷണം ഒരു ഇരട്ടത്തലയുള്ള വാളാണ്. ഒരു വശത്ത് ചിതറിപ്പോയ വോട്ടുകൾ ഒരുമിപ്പിക്കാൻ ഇത് ചിലപ്പോൾ സഹായിച്ചേക്കാം. മറുവശത്ത് ബംഗാളിലെ മധ്യവർഗ വോട്ടർമാർക്കിടയിൽ ഇത് വലിയ ആശങ്കയുണ്ടാക്കും. മാവോയിസ്റ്റ് കാലഘട്ടത്തിലെ ആക്രമണങ്ങൾ നേരിട്ടറിഞ്ഞ ഒരു ജനതയ്ക്ക് തീവ്രവാദ ഗ്രൂപ്പുകളുമായുള്ള ഏതൊരു ബന്ധവും ഭയമുണ്ടാക്കുന്ന ഒന്നാകും. മമതയെ മാവോയിസ്റ്റായി മുദ്രകുത്തുന്നത് വഴി അവരുടെ പാർട്ടിയുടെ ജനാധിപത്യ സ്വഭാവത്തെ ചോദ്യം ചെയ്യാനാണ് BJP ശ്രമിക്കുക. ആത്യന്തികമായി ഈ നീക്കം മമതയെ രാഷ്ട്രീയമായി കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് സാധ്യത. ഭരണഘടനാപരമായ മാർഗങ്ങളിലൂടെ അല്ലാതെ അധികാരത്തിൽ തിരിച്ചെത്താൻ ശ്രമിക്കുന്നു എന്ന ആരോപണം ശരിവെക്കുന്ന രീതിയിലാകും ഈ മുദ്രകുത്തലുകൾ രാഷ്ട്രീയ മൈതാനങ്ങളിൽ പ്രതിഫലിക്കുക. മുൻപ് ഭരണത്തിലിരുന്നപ്പോൾ മാവോയിസ്റ്റ് നേതാവ് കിഷൻജിയെ വധിച്ച നടപടിയിലൂടെ തീവ്ര ഇടതുപക്ഷത്തിൻ്റെ ശത്രുത പിടിച്ചുപറ്റിയ മമത ഇപ്പോൾ അവരുമായി സഖ്യത്തിന് ശ്രമിക്കുന്നത് വൈരുദ്ധ്യമായി മാത്രമേ രാഷ്ട്രീയ ലോകം കാണുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.